സുഹൃത്തുക്കളെ, ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു ആയുസിൻ്റെ കണ്ണുനീര് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി വരാനുള്ള കാരണം ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെ കാണിക്കാം. സുഹൃത്തുക്കളെ, ഇത് എൻ്റെ പ്രിയ സുഹൃത്താണ്. 9 വർഷമായി ഈ സുഹൃത്ത് ഈ കിടപ്പ് ഇവിടെ കിടക്കുന്നത്. അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ കോഴിക്കോട് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചതാണ്. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു സംഭവം. ഇത് കാണുമ്പോൾ സത്യം പറയാം, എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ മാലല് പൊട്ടിയിട്ട് ഞാൻ കിടക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്ന് 15 ദിവസം 20 ദിവസം കിടന്ന് എനിക്ക് എത്രമാത്രം മുഷിപ്പുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ഇതുപോലത്തെ ഒരു വിധി ആർക്കും വരാതിരിക്കട്ടെ. കാരണം കാണുമ്പോൾ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇദ്ദേഹം ഉസ്താദായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസം? 6-7 മാസം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ രക്ഷിതാക്കളും മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു ഉസ്താദാണ്. ഉപ്പൻ്റെ കൂടെ ഉപ്പനെ കാണിച്ചോട്ടെ. ആയിക്കോട്ടെ, ഉപ്പനെ കാണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെപ്പോലെ കളിച്ചിട്ടും കല്യാണത്തിനും കുടിരിക്കലിനും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൂടെ ഒക്കെ പോകേണ്ട ഒരു സുഹൃത്താണ്. വളരെ കുറഞ്ഞ പ്രായം. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 33 വയസ്സായി. 23-ലാണ് സംഭവിച്ചത്. അപ്പോൾ മാക്സിമം ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നതായിരുന്നു എൻ്റെ ഉപ്പനെ കാണാൻ. പക്ഷെ എൻ്റെ നാട്ടുകാരനാണെങ്കിൽ എൻ്റെ സുഹൃത്താണെങ്കിലും വീട് എവിടെയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ നാട്ടിൽ പുതിയ താമസക്കാരനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ഒക്കെ ചെയ്യണേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അതാ ഉപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഉപ്പ അല്ലേ? നിങ്ങളെ പേരെന്തായാലും? കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉപ്പനെ ഉസ്താദിനെ നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക.